60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പരിചരണത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് 65 അല്ലെ 70 കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഒരു വീഴ്ചയാണ് ഏറ്റവും വലിയ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഘടകമായിട്ട് വരുന്നത്. ഒന്നെങ്കിൽ ഇടിപ്പെല്ലിന്റെ പൊട്ടൽ, അല്ലെ നട്ടെല്ലിന്റെ പൊട്ടൽ, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ ജീവിതം മാറി മറിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീഴ്ചകൾ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് വീഴ്ചകൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഇവരിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചില പ്രത്യേക രോഗങ്ങൾ, പാർക്കിൻസൺ പ്ലസ് എന്നൊക്കെ പറയുന്ന ചില മസ്തിഷ്കപരമായിട്ടുള്ള മസ്തിഷ്കാഘാതത്തിനെ തുടർന്നോ അല്ലാതെയോ വരുന്ന ചില രോഗങ്ങളിൽ വീഴ്ചകളുടെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റലുണ്ട് എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗനിക്കേണ്ട, അല്ലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ചില മരുന്നുകൾ പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ബ്ലഡ് പ്രഷറിൽ ഒരു കുറവ് വരുത്തിയിട്ട് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു അനുഭവം ഉണ്ടാക്കാറുണ്ട്. അത് വീഴ്ചകൾക്ക് ഇടയാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ പരിചരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവർ ഇത് വൈദ്യസഹായം തേടണം. സ്ഥിരമായി കാണുന്ന ഡോക്ടറെ അടുത്ത് ഇത് സൂചിപ്പിക്കുകയും വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറി ക്രമീകരിക്കുമ്പോഴാണ്. കിടക്കുന്ന ഈ മുറിയുടെ തൊട്ടടുത്ത് തന്നെ കണ്ണാടി, അല്ലെങ്കിൽ ചെവിയിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ്, അതുപോലെ തന്നെ വടി, ഇത്തരം സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ വെക്കുക. അപ്പൊ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്നൊരു വീഴ്ചയ്ക്കുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സപ്പോർട്ടിംഗ് ബാർസ്, അല്ലെങ്കിൽ പിടിച്ച് നടക്കാവുന്ന ബാറുകൾ, അത് നമ്മുടെ, അല്ലെങ്കിൽ ചെറിയ സപ്പോർട്ടിനുള്ള കമ്പികൾ നമ്മുടെ മുറിയിലും അതുപോലെ തന്നെ ബാത്റൂമിലും ഒക്കെ ക്രമീകരിക്കണം. ഈ ബാത്റൂമിലെ ടൈൽസ് ഒരുപാട് മിനുമിനുത്തതും ഭംഗിയുള്ളതും എന്നല്ല നമ്മൾ നോക്കേണ്ടത്. വീഴാൻ സാധ്യത കുറയ്ക്കാനുള്ള ടൈൽസ് ഉപയോഗിക്കുക. ആന്റി ഫോൾ ആയിട്ടുള്ള, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ ആന്റി ഫോൾ മാറ്റ്സ് നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും. ബാത്റൂമിൽ നിന്ന് നനവോടെ ഇറങ്ങി വരുമ്പോൾ വീഴാതിരിക്കാനുള്ള മാറ്റുകളും നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ചെറിയ വെളിച്ചം മുറിയിലുണ്ടാകുക, പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ. ഉറക്കം വരുന്ന മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മരുന്നുകൾ പലപ്പോഴും കഴിച്ചിട്ട് രോഗി ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ഥലകാല വിപ്രതി ഉണ്ടാവാം, ചിലപ്പോൾ ഒരു തലചുറ്റലുണ്ടാകാം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വീഴ്ചകൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വീഴ്ചകളാണ് പലപ്പോഴും ക്വാളിറ്റി ഓഫ് ലിവിങ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം മാറ്റിമറിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഒരു വടി, കണ്ണടയോ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡോ പോലും ഉപയോഗിക്കുന്നതിന് അത്ര ആക്ഷേപമില്ല. ആളുകൾക്ക് ഈ വടി ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്. ശരിക്കും കണ്ണിന് കണ്ണട അസിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ ഒരു വടി ഉപയോഗിക്കുന്നത്. അതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. അതൊരു വീഴ്ചയുടെ സാധ്യത കുറയ്ക്കുമെങ്കിൽ ഒരു വടി കയ്യിൽ കരുതിയാൽ അത് വളരെ സപ്പോർട്ടിങ് ആയിരിക്കും. ഒരാള് കൈ പിടിച്ച് നടത്തുന്ന ഏകദേശം ഇഫക്റ്റ് തന്നെ നമുക്ക് അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും നല്ല ഒരു ചെരുപ്പ് ഉപയോഗിക്കുക, കറക്റ്റ് സൈസിലുള്ള ചെരുപ്പ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവരിൽ കാലിന്റെ സെൻസേഷൻ വളരെ കുറവായിരിക്കും. അപ്പം ചെരുപ്പ് ഊരിപ്പോയാൽ അവർ ചിലപ്പോൾ അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ സാൻഡിൽ പോലെ പുറകില് കെട്ടുള്ള ചെരുപ്പുകളാണെങ്കിൽ വീഴ്ചകളുടെ സാധ്യത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ, ഇനിയും പലതുമുണ്ട്, പക്ഷെ എങ്കിലും ബ്രോഡ്ലി എടുക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വീഴ്ചകൾ നമുക്ക് തടയാൻ സാധിക്കും. വീഴ്ചകൾ തടഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു ജീവിത നിലവാരം നിലനിർത്താൻ അത് സഹായിക്കും. നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ വീഴ്ചകൾ നല്ലതാണ്, വീണാലേ പഠിക്കൂ, അല്ലെങ്കിൽ വീണിട്ട് എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങുന്ന ആളുകളാണ് ശരിക്കും ഇൻസ്പയറിങ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും പ്രായമായവരിൽ തീർച്ചയായിട്ടും വീഴ്ചകൾ